വൈകുന്നേരം അത് പറഞ്ഞ് കാര്യമായി. ഇപ്പൊ അടലാപ്പ് കിട്ടാനേ ഇല്ല, എല്ലാവരും അടലാപ്പ് വാങ്ങിച്ചു. ഗീതാകാർത്തികേയന് സംശയം കണ്ടെന്തോ ഒരു പരിചയമുള്ളതുപോലെ തോന്നുന്നുവെന്നായിരുന്നു ഗീത അടലാപ്പെടുത്ത് വെച്ച് പറഞ്ഞതെല്ലാം. ഞാൻ പിന്നെ പറഞ്ഞു ഇതെല്ലാം എന്താണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നിടത്തേക്ക് എത്തി. കാരണം അടുത്ത കാലത്തെന്നും ഗീത അടലാപ്പ് കണ്ടിട്ടേയില്ല. നമുക്ക് ഉരുളക്കിഴങ്ങാണ് പഥ്യമായി വന്നത്, പ്രിയമായി വന്നത്. ഇറച്ചിമേക്ക എന്ന് പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞപ്പോൾ അത് ഇതാണോ എന്ന് അത്ഭുതം കൂടി ഒരുപാട് പേർ വീട്ടിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കഞ്ഞിക്കുഴിയിലെ നമ്മുടെ അമ്മമാർ, സഹോദരിമാർ. നമുക്ക് ഇതിന്റെ ഗുണമേന്മയെ കുറിച്ച് ഞാൻ ഡോക്ടർ രാജശേഖരൻ സാറിനോട് പറഞ്ഞു, നമുക്ക് ഈ ഓരോ ഇനങ്ങളുടെയും ഗുണമേന്മയെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് ചേന ഏത് സമയത്തും എപ്പോഴും കർക്കിടകത്തിൽ കട്ട് തിന്നണം എന്ന് പറയുന്നത് അതിന്റെ ഗുണമേന്മ കൊണ്ടാണ്. എന്തൊക്കെയാണ് ഗുണമേന്മ? പുതിയ തലമുറയ്ക്ക് അതെല്ലാം അന്യം നിന്ന് പോകുന്നിടത്ത് അതിനെയും കൂടി നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി അതിനെല്ലാം ഗുണമേന്മ അതെല്ലാം നടത്തി, ആ ഗുണമേന്മയെല്ലാം കണ്ടെത്തി ആ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ആ ഗുണമേന്മ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി കർഷകരിലേക്കും വിഭജനങ്ങളിലേക്കും എത്തിക്കാൻ, ഉപഭോക്താക്കളിലേക്കും എത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന നാടൻ വിത്തുകൾ അന്യം നിന്ന് പോകുന്ന സംശയം തോന്നുന്നവ കൃഷി വകുപ്പിന്റെ ഫാമുകളിൽ കൂടുതലായി കൃഷി ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും നാടൻ വിത്തുകളുടെ പ്രദർശന തോട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. നമുക്ക് ഇനിയും കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ ഇവിടുത്തെ കർഷകരുടെയും മറ്റുള്ള ആളുകളുടെയും അഭിപ്രായങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൃഷി വകുപ്പിനോട് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിന്നുപോയെങ്കിൽ ക്ഷമിക്കുക. ആദ്യത്തെ ഒരു ഉത്സവമാണ്. ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടങ്ങളിലേക്കെല്ലാം എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. അവരെല്ലാം ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ 14 ജില്ലകളിൽ നിന്ന് നിരവധിയായ സ്ഥാപനങ്ങളിൽ നിന്ന് വനം വകുപ്പിന്റെ 2 സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. CTCR സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഓരോ കേന്ദ്രങ്ങളുടെയും ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെയും പേരോട് ഏതെങ്കിലും വിട്ടുപോയാലും മോശമാണെന്നതുകൊണ്ട് അതിലെ കണക്കില്ല. അവരെല്ലാം ഈ 3 ദിവസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ച് നമുക്ക് കൊടുക്കാൻ പരിമിതമായ സൗകര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഈ ഉത്സവത്തെ കെങ്കേമമാക്കി നമുക്ക് അടുത്ത ഉത്സവത്തെ കെങ്കേമമാക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇത് നാടിന്റെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. വിത്തില്ല ജീവൻ മാത്രമല്ല, നമ്മുടെ കൂടി ജീവൻ അപകടത്തിലാവുന്നിടത്ത് നമ്മുടെ വിത്ത് നമ്മുടെ ഭക്ഷണത്തിലാണെന്നുള്ളതും ആ ഭക്ഷണം സ്വാതന്ത്ര്യത്തിന്റെ ഘടകമാണ് എന്നുള്ളതും എന്ത് കഴിക്കണം എന്നുള്ളത് എന്റെ അവകാശമാണെന്നുള്ളതും വിത്ത് മൗലിക അവകാശവും സ്വാതന്ത്ര്യവുമായി കണക്കാക്കി മുന്നോട്ട് പോവുക എന്നത് ഈ വിത്തുത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി കഞ്ഞിക്കുഴിക്കാർ എത്ര അത്ഭുതകരമായ ഒരു പരിപാടിയാക്കി അവർ അതിനെ മാറ്റി. ഞാൻ ആ ഒറ്റ വാചകത്തിൽ അതിനെല്ലാം നിൽക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പ്രവർത്തകർ, കുടുംബശ്രീ, അയൽക്കൂട്ടം, ഹരിതകർമ്മസേന, ഈ പഞ്ചായത്ത് ജീവനക്കാർ, കൃഷി വകുപ്പിലെ ജീവനക്കാർ, നമ്മൾ ഒരു നാളെയും പുറമേ നിന്നുള്ള ഒരു ഏജൻസിയും ഏൽപ്പിച്ചല്ല ഇതൊന്നും നടക്കുന്നത്. എല്ലാം നടന്നത് കഞ്ഞിക്കുഴിയിലെ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്നാണ്. എല്ലാവരും അതിനകത്ത് പങ്കാളിയാവുക. എത്ര ഗംഭീരമായ ആശയങ്ങളാണ്. തൂക്കുവിളക്ക് ഞാൻ ആദ്യമായിട്ട് ഞാനൊരു 3.5 കൊല്ലക്കാലത്തുള്ളിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പഴയ ഒരു അരിപ്പെട്ടി, കൊച്ചു പെട്ടികൾ എല്ലാം കൊണ്ടുവന്ന് വെക്കുവാണ്. ഇങ്ങനെയെല്ലാം ആവണം.